ഹായ് ഓൾ, വെൽക്കം ടു കോമ്പറ്റിറ്റീവ് ക്രാക്കർ. എൻ്റെ പേര് അഞ്ജു മുരളി. ഇപ്പോൾ SSC ആസ്പിറൻസിനെ സംബന്ധിച്ചിടത്തോളം മാത്സിന്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ മിക്കവരും ബുദ്ധിമുട്ടുന്ന ഒരു കാര്യമാണ് ഈ ടൈം മാനേജ് ചെയ്യാന്നുള്ളത്. പക്ഷെ നിങ്ങൾക്കറിയാവോ, പല ക്വസ്റ്റ്യൻസ് നമുക്ക് പെന്നും പേപ്പറും പോലും യൂസ് ചെയ്യാതെ ആൻസറിലേക്ക് എത്താൻ പറ്റും. നമ്മൾ സാധാരണ കാൽക്കുലേറ്റ് ചെയ്ത് 5-10 മിനിറ്റ് സമയം എടുത്ത് ആൻസറിലേക്ക് എത്തുന്ന പല ക്വസ്റ്റ്യൻസും നമുക്ക് സെക്കൻഡ്സുകൾക്കുള്ളിൽ തന്നെ വിതൗട്ട് യൂസിങ് പെൻ ആൻഡ് പേപ്പർ ആൻസർ കണ്ടുപിടിക്കാൻ പറ്റുന്ന കുറേ അധികം ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പോൾ അതിലൊരു കുറച്ച് ക്വസ്റ്റ്യൻസ് ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോവാണ്. അപ്പോൾ നിങ്ങൾ നോക്കുക, നിങ്ങൾ സാധാരണ ചെയ്യുമ്പോൾ എത്ര സമയം എടുക്കുന്നുണ്ട്, അതുപോലെ ഈ ഒരു ഷോർട്ട് കട്ടിലൂടെ നമ്മൾക്ക് പെന്നും പേപ്പറും യൂസ് ചെയ്യാതെ ആൻസർ ചെയ്യുമ്പോൾ എത്ര സമയം എടുക്കുന്നുണ്ട് എന്നുള്ളത് നിങ്ങൾ തന്നെ ഒന്ന് നോക്കുക. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഏതൊരു കോമ്പറ്റേറ്റീവ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന ആളാണെന്നുണ്ടെങ്കിലും യു ക്യാൻ ഡൗൺലോഡ് ആൻഡ് യൂസ് CC ലേണിംഗ് ആപ്പ്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ PDF, ഫ്രീ ഡെയിലി മോക്ക് ടെസ്റ്റ്, ഫ്രീ ക്വിസ്, കറണ്ട് അഫയേഴ്സ് എല്ലാം നിങ്ങൾക്ക് ആപ്പിൽ അവൈലബിൾ ആണ്. പ്ലേ സ്റ്റോറിലും ആപ്പ് സ്റ്റോറിലും അവൈലബിൾ ആണ്. സോ യു ക്യാൻ ഡൗൺലോഡ് ആൻഡ് യൂസ് ദിസ് CC ലേണിംഗ് ആപ്പ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്ന് ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡിൽ ഞാൻ പറഞ്ഞ പോലെ കുറച്ച് പെൻ ആൻഡ് പേപ്പർ യൂസ് ചെയ്യാതെ സോൾവ് ചെയ്യാൻ പറ്റിയ ക്വസ്റ്റ്യൻസ് നോക്കാം. ആദ്യത്തെ ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോവിങ് നമ്പേഴ്സ് ഈസ് ഡിവിസിബിൾ ബൈ 12? 12 വെച്ചിട്ട് ഡിവിസിബിൾ ആയിട്ടുള്ള നമ്പർ ഏതാണെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ 12 വെച്ചിട്ട് ഡിവിസിബിൾ ആവണമെങ്കിൽ എന്താണ് 12ന്റെ ഡിവിസിബിലിറ്റി റൂള്? ഇതൊക്കെ നമുക്ക് അറിഞ്ഞിട്ടുണ്ടാവണം കേട്ടോ. ഇപ്പോൾ മാത്സിനെ സംബന്ധിച്ചിട്ട് നോക്കുമ്പോൾ ഓരോരോ ചാപ്റ്റർ വരുമ്പോഴത്തേക്കും അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ഇക്വേഷൻസും കുറച്ച് കോൺസെപ്റ്റ്സും ഉണ്ടാവും. അത് നിങ്ങളൊരു സെപ്പറേറ്റ് ഒരു ചെറിയ ബുക്കിലേക്ക് മാറ്റി എഴുതി വയ്ക്കുക. അത് റിപ്പീറ്റഡ് ആയിട്ട് അത് റിവൈസ് ചെയ്തുകൊണ്ടേ ഇരിക്കുക. അപ്പോൾ അത് നിങ്ങൾക്ക് ബൈഹാർട്ടാണ്, എപ്പോൾ ചോദിച്ചാലും പറയാൻ പാകത്തിന് ബൈഹാർട്ടാണ് ആൻഡ് അത് ക്ലിയർ ആണെന്നുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾക്ക് പഠിക്കാനായിട്ട് വളരെ എളുപ്പമായിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് 12ന്റെ ഡിവിസിബിലിറ്റി റൂളാണ്. എന്താണ് 12ന്റെ ഡിവിസിബിലിറ്റി റൂള്? 12 വെച്ചിട്ട് ഒരു നമ്പറിനെ ഡിവൈഡ് ചെയ്യാൻ പറ്റണമെന്നുണ്ടെങ്കിൽ ദ നമ്പർ ഷുഡ് ബി ഡിവിസിബിൾ ബൈ ബോത്ത് 3 and 4. 3ന്റെ നമുക്കറിയാം എന്താണ് 3ന്റെ ഡിവിസിബിലിറ്റി റൂള്. സം ഓഫ് ഡിജിറ്റ്സ് എടുക്കുക. സം ഓഫ് ഡിജിറ്റ്സ് ഡിവിസിബിൾ ബൈ 3 ആണെങ്കിൽ ദാറ്റ് നമ്പർ ഈസ് ഡിവിസിബിൾ ബൈ 3 ആണ്. ഇനി ഡിവിസിബിലിറ്റി ബൈ 4 എന്താണ്? ലാസ്റ്റ് 2 ഡിജിറ്റ്സ് എടുക്കുക. ലാസ്റ്റ് 2 ഡിജിറ്റ്സ് ഡിവിസിബിൾ ബൈ 4 ആണെങ്കിൽ ദാറ്റ് ഹോൾ നമ്പർ ഈസ് ഡിവിസിബിൾ ബൈ 4 എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം എല്ലായിടത്തും 12 ആണുള്ളത് ലാസ്റ്റ് 2 ഡിജിറ്റ്സ്. 12 ഈസ് ഡിവിസിബിൾ ബൈ 4. അപ്പോൾ നമുക്ക് ഇതിന്ന് ക്യാൻസൽ ചെയ്യാനൊന്നുമില്ല. പിന്നെ നമുക്ക് നോക്കാവുന്നത് എന്താണ്? 3ന്റെ ഡിവിസിബിലിറ്റി റൂള്. നിങ്ങൾ ഓരോന്നും എഴുതി അതിൻ്റെ സമ്മ് കണ്ട് സൈഡിൽ എഴുതി വെക്കാനോ ഒന്നിനും നിൽക്കണ്ട. ജസ്റ്റ് വേഗം ആഡ് ചെയ്ത് പോവാം. 9 + 3 12, 12 + 4 16, 16 + 1 17, 17 + 2 19, 19 നോട്ട് ഡിവിസിബിൾ ബൈ 3 ആണ്. നേരെ അടുത്ത ഓപ്ഷനിലേക്ക് പോവാം. 6 + 3 9, 9 + 5 14 + 2 16, നോട്ട് ഡിവിസിബിൾ ബൈ 3. 7 + 3 10, 10 + 5 15 + 2 17, 17 is not divisible by 3. 8 + 3 11, 11 + 5 16, 16 + 2 18, 18 is divisible by 3. അപ്പോൾ നമ്മുടെ ആൻസർ എന്താണ്? ഓപ്ഷൻ ഡി. കണ്ടോ, ഇവിടെ നമുക്ക് എന്താണ് ഒന്നും എഴുതി വെക്കേണ്ട ആവശ്യമില്ല. നമ്പർ നോക്കുമ്പോൾ നമ്മൾ വിചാരിക്കും വലിയ നമ്പർ ആണല്ലോ എന്ന് വിചാരിക്കും. പക്ഷേ ഇത് നമുക്ക് എന്ത് ചെയ്യാവുന്നേ ഉള്ളൂ? മൈൻഡിൽ തന്നെ കാൽക്കുലേറ്റ് ചെയ്ത് പോവാവുന്ന കാര്യമേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഇങ്ങനത്തെ ഡിവിസിബിലിറ്റി റൂള് ഇതെല്ലാം നിങ്ങൾക്ക് അറിഞ്ഞിട്ടുണ്ടാവണം. നെക്സ്റ്റ് വരുന്നത്, ഇഫ് ദ നമ്പർ x4461 ഈസ് ഡിവിസിബിൾ ബൈ 11, ഫൈൻഡ് ദ വാല്യൂ ഓഫ് എക്സ്. എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. ഇവിടെ എന്താണ്? ഡിവിസിബിലിറ്റി ബൈ 11 ആണ്. അപ്പോൾ 11 ആകുമ്പോൾ എന്താണ് ഡിവിസിബിലിറ്റി റൂള്? ഓൾട്ടർനേറ്റ് ഡിജിറ്റ്സിൻ്റെ സം എടുക്കുക, ഡിഫറൻസ് കാണുക. ഡിഫറൻസ് കാണുമ്പോൾ ദാറ്റ് ഡിഫറൻസ് ഈസ് 0 or 11 ആണെന്നുണ്ടെങ്കിൽ എന്താണ്? ആ നമ്പർ ഡിവിസിബിൾ ബൈ 11 ആണ് എന്നാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. അപ്പോൾ അവിടെ നമുക്ക് എന്ത് ചെയ്യണ്ട? പെന്നും പേപ്പർ യൂസ് ചെയ്യണ്ട. എന്ത് ചെയ്യാൻ പറ്റും? 4 + 6 10 ആണ്. ഓക്കെ, 10 ആണ്. മറ്റേത് ആഡ് ചെയ്യുക. 4 + 1 5 + x ആണ് വരുന്നത്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? 10ഉം കിട്ടി, 5 + x കിട്ടി. അപ്പോൾ രണ്ടും 10 ആണെങ്കിൽ ഡിഫറൻസ് എന്താവും? 0 ആവും. അപ്പോൾ ഒന്ന് 10 ആണ്, ഒന്ന് 5 + x ആണ്. 5 + x 10 ആക്കണമെങ്കിൽ എക്സിന്റെ വാല്യൂ എന്തായിരിക്കണം? 5 ആയിരിക്കണം അല്ലേ? ഒന്ന് 10 ആണ്, മറ്റേത് 5 + x ആണ്. 5 + x 10 ആവണമെങ്കിൽ എക്സിന്റെ വാല്യൂ എന്തായിരിക്കണം? 5 ആയിരിക്കണം. സോ 5 ഇവിടെ ഉണ്ടോ? യെസ്, ഓപ്ഷൻ ഡി 5. ഇവിടെ നമ്മൾ എന്ത് ചെയ്യണ്ട? പെന്നും പേപ്പറും ഒന്നും യൂസ് ചെയ്യാതെ വി ക്യാൻ ഡയറക്ട്ലി നമുക്ക് എന്ത് ചെയ്യാം? ഓപ്ഷൻ ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും എന്നുള്ളതാണ്. അപ്പോൾ എന്ത് ചെയ്യും? ഇങ്ങനത്തെ കുറേ ക്വസ്റ്റ്യൻസ് എന്തായാലും നിങ്ങൾക്ക് എക്സാമിന് ഉണ്ടാവും. എപ്പോഴും എക്സാമിന് ഭയങ്കര ടഫുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കില്ല ചോദിക്കുന്നത്. ഇങ്ങനെ ഇതുപോലെ
നമുക്ക് വളരെ സിമ്പിളായിട്ട് ആൻസറിലേക്ക് എത്താൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ഓൾസോ ഉണ്ടാവും. മിക്സഡ് ആയിട്ടായിരിക്കും ക്വസ്റ്റ്യൻസ് ഉണ്ടാവുക. അപ്പോൾ എന്ത് ചെയ്യും, ഇതുപോലുള്ള ക്വസ്റ്റ്യൻസ് വരുമ്പോൾ മാക്സിമം നിങ്ങൾ എഴുതി കൂട്ടി സമയം കളയാതെ വേഗം ആൻസറിലേക്ക് എത്തുക. സോ ദാറ്റ് കുറച്ച് കാൽക്കുലേറ്റീവ് ആയിട്ടുള്ള എഴുതി തന്നെ ചെയ്ത് നോക്കേണ്ട ക്വസ്റ്റ്യൻസ് വരുമ്പോൾ അവിടെ നിങ്ങൾക്ക് ആ ടൈം ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ അത് എന്ത് ചെയ്യുക, കുറേ പ്രാക്ടീസ് ചെയ്ത് വരുമ്പോഴേ നമുക്ക് ആ ഒരു ലെവലിലേക്ക് എത്താൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ മോക്ക് ടെസ്റ്റുകൾ ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ SSC RRBയുടെ ഒക്കെ ടെസ്റ്റ് സീരീസ് അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾക്ക് അത് പർച്ചേസ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെയുള്ള ക്വസ്റ്റ്യൻസ് കുറേ അധികം പ്രാക്ടീസ് ചെയ്യാൻ പറ്റും. സോ ദാറ്റ് റിയൽ എക്സാം വരുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഒരു പേടിയില്ലാതെ എക്സാമിനെ ഫേസ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. When a number is divided by 56, the remainder will be 29. If the same number is divisible by 8, the remainder will be ഇവിടെയും ക്വസ്റ്റ്യൻ കാണുമ്പോൾ കുറച്ച് ലെങ്തി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇപ്പോൾ നിങ്ങൾ ഇനീഷ്യലി ഒരു കൺഫ്യൂസ്ഡ് ആവാനുള്ള സാധ്യതയുണ്ട്. പക്ഷെ എന്ത് ചെയ്യാന്നറിയോ, when a number is divided by 56, the remainder will be 29. If the same number divided by 8, the remainder എന്താണെന്നുള്ളതാണ്. 56നെ എന്ത് ചെയ്യുമ്പോഴാണ് 8 കിട്ടുക? 56/7 ആണ് എന്ത്? 8 അല്ലേ? 56 by 7 into 8 56 ആണ്. സോ 56 divided by 7 ആണ് 8. അപ്പോൾ ആ 7 വെച്ച് 29നെ ഡിവൈഡ് ചെയ്ത് എന്ത് കിട്ടും? 29/7 ചെയ്താൽ 4 into 7 28. റിമൈൻഡർ എന്ത് വന്നു? 1. അതാണ് ആൻസർ. സോ ദ റിമൈൻഡർ വിൽ ബി 1 only. ഓക്കെ, നെക്സ്റ്റ്, when a number is divided by 15, the remainder will be 9. സെയിം ടൈപ്പിലെ ഒരു ചോദ്യമാണ്. ഒരു നമ്പറിനെ 15 വെച്ചിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ 9 ആണ്. ഇഫ് ദ സെയിം നമ്പർ ഈസ് ഡിവൈഡഡ് ബൈ 5, ദ റിമൈൻഡർ വിൽ ബി. അപ്പോൾ നോക്കുക, 15നെ ഡിവൈഡഡ് ബൈ 3 ചെയ്യുമ്പോഴാണ് 5 കിട്ടുന്നത്. അപ്പോൾ 9നെ നമുക്ക് എന്ത് ചെയ്യാം? ഡിവൈഡഡ് ബൈ 3 ചെയ്യാം. റിമൈൻഡർ എന്തായിരിക്കും? 0 ആയിരിക്കും. 15നെ ഡിവൈഡഡ് ബൈ 3 ചെയ്യുമ്പോഴാണ് 5 കിട്ടുന്നത്. അപ്പോൾ 9നെ ഡിവൈഡഡ് ബൈ 3 ചെയ്യാം. അപ്പോൾ എന്ത് കിട്ടും? റിമൈൻഡർ ഈസ് 0. അടുത്ത ചോദ്യം നോക്കുക, when n is divided by 7, it leaves 5 as remainder, then what would be the remainder when n square plus 3 is divided by 7? n എന്ന് പറയുന്ന ഒരു നമ്പറിനെ 7 വെച്ചിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 5 ആണ് റിമൈൻഡർ കിട്ടുന്നത്. അങ്ങനെയാണെങ്കിൽ n square plus 3നെ ഡിവൈഡഡ് ബൈ 7 ചെയ്യുമ്പോൾ എന്തായിരിക്കും റിമൈൻഡർ കിട്ടുന്നതെന്നാണ്. ഇവിടെ നമ്മൾ എന്ത് ചെയ്യണ്ട? പെന്നും പേപ്പറും ഒന്നും യൂസ് ചെയ്യണ്ട. എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാന്നറിയോ? ഇവിടെ കിട്ടുന്ന റിമൈൻഡർ എന്താണ്? 5 ആണ്. 5ന് ഈ എന്നിന്റെ പ്ലേസിൽ ആ 5 കൊടുക്കുക. ആദ്യം കിട്ടിയ റിമൈൻഡർ ഇവിടെ ഈ എന്നിന്റെ പ്ലേസിൽ കൊടുക്കുക, അത്രയേ ഉള്ളൂ. അപ്പോൾ 5 സ്ക്വയർ എന്ത് കിട്ടും? 25. 25 + 3 എന്താണ്? 28 ആണ്. 28. സോ ആൻസർ എന്താണ്? 28. എന്നിനെ 7 വെച്ചിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 5 ആണ് റിമൈൻഡർ കിട്ടുന്നത്. അങ്ങനെയാണെങ്കിൽ n square plus 3നെ 7 വെച്ചിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? ഈ സെയിം ഓപ്പറേഷൻ 5ൽ ചെയ്യാന്നുള്ളതാണ്. 5 square is 25. 25 + 3 is 28. ഓക്കെ, സിമ്പിൾ അല്ലേ? ഇവിടെ നമ്മൾ എന്ത് ചെയ്യണ്ട? നമുക്ക് എത്ര സമയം നമുക്ക് സേവ് ചെയ്യാമെന്ന് നോക്കാം. ഓക്കെ, അടുത്ത ചോദ്യം, 41 raised to 25 plus 43 raised to 25 is divided by which of the divisible by which of the following എന്നാണ്. ഇപ്പൊ x raised to n plus a raised to n is divisible by x plus a when n is odd എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു പോയിന്റ് മനസ്സിലാക്കിയെങ്കിൽ മാത്രമാണ് ഈ ക്വസ്റ്റ്യൻ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? നമുക്ക് ഈസിലി ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളതാണ്. ഓക്കെ, അതല്ലാന്നുണ്ടെങ്കിൽ എന്താണ്? നമുക്ക് ഇതിൻ്റെ ആൻസർ കണ്ടുപിടിക്കാനായിട്ട് ഒരുപാട് സമയം നമ്മൾ സ്പെൻഡ് ചെയ്യേണ്ടി വരും. എന്താണ്? x raised to n plus a raised to n is divisible by x plus a when n is odd. അപ്പോൾ ഇവിടെ n എന്താണ്? 25 ആണ്. 25 is an odd number. So x plus a എന്ത് വരും? 41 plus 43, that is 84. ഓപ്ഷൻ ഡി കിട്ടും. അടുത്ത ചോദ്യം, ഈ ക്വസ്റ്റ്യൻ നോക്കാൻ ലെങ്തി ക്വസ്റ്റ്യൻ ആണ്. 1/1 plus √2 plus 1/√2 plus √3 plus etc plus 1/√99 plus √100. ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാനായിട്ടൊരു എളുപ്പവഴിയുണ്ട്. ലാർജ് റൂട്ട് മൈനസ് സ്മോൾ റൂട്ട് ചെയ്താൽ മതി. ലാർജ് റൂട്ട് മൈനസ് സ്മോൾ റൂട്ട്. ഇവിടെ ലാർജ് റൂട്ട് ഏതാണ്? ലാർജ് റൂട്ട് എന്ന് പറയുന്നത് √100 ആണ്. √100 എന്താ? 10 ആണ്. ചെറിയ റൂട്ട് എന്താ? 1 ആണ്. 10 - 1 എന്താണ്? 9 ആണ്. സോ ആൻസർ എന്ത് കിട്ടും? 9 എന്ന് കിട്ടും ആൻസർ. ഓക്കെ, അടുത്ത ചോദ്യം, ഇവിടെ എങ്ങനെയായിരിക്കും? ലാർജ് റൂട്ട് മൈനസ്
സ്മോൾ റൂട്ട്, റൂട്ട് 25 മൈനസ് റൂട്ട് 4. റൂട്ട് 25 5 ആണ്, 5 മൈനസ് റൂട്ട് 4 2 ആണ്, 5 മൈനസ് 2 എന്ത് കിട്ടും? 3 എന്ന് കിട്ടും. വെരി സിമ്പിൾ. അടുത്ത ചോദ്യം, the sum of ages of A and B is 45. What will be the sum of age after 4 years? ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് വരുമ്പോൾ നിങ്ങൾ വീണ്ടും എന്ത് എഴുതി കൂട്ടി സമയം കളയാൻ വേണ്ടിയിട്ട് നിൽക്കരുത്. അല്ലാതെ എങ്ങനെ ചെയ്യാൻ പറ്റും? എയുടെയും ബിയുടെയും ഏജിന്റെ സമ്മ് 45 ആണ്. 4 വർഷം കഴിയുമ്പോൾ അവരുടെ ഏജിന്റെ സമ്മ് എത്രയായിരിക്കും? അപ്പൊ രണ്ടുപേരുടെ വയസ്സാണ് അല്ലെ കൂട്ടി വെച്ചേക്കുന്നത് 45 എന്നുള്ളത്. 4 വർഷം കഴിയുമ്പോൾ രണ്ടുപേരുടെയും വയസ്സ് 4 വീതം കൂടും. അപ്പൊ മൊത്തം 8ന്റെ ചേഞ്ച് ഉണ്ടാവും. അപ്പൊ 45 + 8 എന്ത് കിട്ടും? 53. സോ ആൻസർ എന്താണ്? ഓപ്ഷൻ ബി 53 എന്ന് കിട്ടും. ഓക്കെ, അടുത്തത്, ഇൻ വാട്ട് റേഷ്യോ മസ്റ്റ് റൈസ് കോസ്റ്റിംഗ് 20 per kg be mixed with rice costing 30 per kg so that the mixture cost 26 rupees per kg. ഇവിടെ നമ്മൾ സാധാരണ അലിഗേഷൻ എഴുതുമ്പോൾ നമ്മൾ വരച്ച് എക്സ് പോലുള്ള ഷേപ്പിലൊക്കെ ആക്കി അങ്ങനെയൊക്കെ ചെയ്യാം. ശരിക്കും പറഞ്ഞാൽ അതൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. വി ക്യാൻ ഡയറക്ട്ലി കാൽക്കുലേറ്റ്. എങ്ങനെയാണെന്നറിയോ? ഏതൊക്കെയാണ് മിക്സ് ചെയ്യുന്നത്? 20 rupees per kg മിക്സ്ഡ് വിത്ത് 30 per kg. സോ മിക്സ്ചറിന് 26 ആണ്. അപ്പോൾ രണ്ടാമത്തെ വാല്യൂ ഇത് നമ്മളുടെ ഡിഫറൻസ് ആദ്യം നോക്കുക. 30യും 26ഉം ഡിഫറൻസ് എന്താണ്? 4 ആണ്. 30യും 20യും ഡിഫറൻസ് എന്താണ്? 10 ആണ്. അപ്പോൾ നമുക്ക് 4:10 എന്ന് കിട്ടി. അന്നേരം പകുതി എടുക്കാമല്ലോ, 2:5. 4:10 പകുതി 2:5. സോ ഓപ്ഷൻ 3 2:5. ഇവിടെ നമ്മൾ എഴുതി നോക്കി സമയം കളയേണ്ട ആവശ്യം വരുന്നില്ല. പക്ഷെ രണ്ടാമത്തെ വാല്യൂവിൻ്റെ ഡിഫറൻസ് ആദ്യം എടുക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഓക്കെ, സോ അടുത്ത ചോദ്യം, ഇൻ വാട്ട് റേഷ്യോ മസ്റ്റ് ടി വർത്ത് ₹27 per kg be mixed with tea worth ₹33 per kg so that the mixture cost 30 rupees per kg. അപ്പോൾ എന്താണ്? രണ്ടാമത്തതിൻ്റെ ഡിഫറൻസ് നോക്കുക. 33യും 30യും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്? 3 ആണ്. 30യും 27ഉം തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്? എഗെയിൻ 3 ആണ്. 3:3 എന്ന് പറഞ്ഞാൽ എന്താ? 1:1. സോ ആൻസർ എന്താണ്? ഓപ്ഷൻ 1 ആണ്. ഓക്കെ, അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് നിങ്ങൾ കണ്ടല്ലോ. ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ സാധാരണ രീതിയിൽ ചെയ്യുമ്പോൾ എഴുതി കൂട്ടി ചെയ്യുമ്പോൾ എത്ര സമയം എടുക്കുന്ന ക്വസ്റ്റ്യൻസ് ആണെന്നൊന്ന് ആലോചിച്ച് നോക്കുക. ഇത് വളരെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഞാൻ കാണിച്ചു തന്നുള്ളൂ. ഇതുപോലെ ഒരുപാടധികം ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് SSC മാത്സിൽ വളരെ സിമ്പിളായിട്ട് വിതൗട്ട് യൂസിങ് പെൻ ആൻഡ് പേപ്പർ സോൾവ് ചെയ്യാവുന്ന ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പോൾ അതെല്ലാം നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. അപ്പോൾ നിങ്ങൾ SSC CGL എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നവരാണെങ്കിൽ നമ്മൾ മാസ്റ്റർ ബാച്ച് CCയിൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അഡ്മിഷൻ എടുക്കാൻ വേണ്ടിയിട്ട് 9249089284 എന്നുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ലൈവ് ക്ലാസ്സസും റെക്കോർഡഡ് ക്ലാസ്സസും ഉണ്ടാവും. അതുപോലെ തന്നെ മെൻറ്റർഷിപ്പോട് കൂടിയിട്ടുള്ള ക്ലാസ്സുകളായിരിക്കും നിങ്ങൾക്ക് ഉണ്ടാവും. നമ്മളൊരു എക്സാമിന് പ്രിപ്പയർ ചെയ്യുമ്പോൾ നമ്മളെ ഗൈഡ് ചെയ്യാനായിട്ട് ഒരാളുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഈസിലി നമുക്ക് ഏതൊക്കെ കാര്യങ്ങൾ പഠിക്കണം എന്നുള്ള കാര്യങ്ങളും അതുപോലെ ഡൗട്ട്സ് വരുമ്പോൾ അപ്പം തന്നെ ക്ലിയർ ചെയ്യാനും ഒക്കെ പറ്റുമെന്നുണ്ടെങ്കിൽ അങ്ങനെ പോകുമ്പോൾ നമുക്ക് കുറച്ചും കൂടി ഈസിലി ആയിട്ട് എക്സാം ക്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. അതുപോലെ വീക്ക്ലി മന്ത്ലി റിവിഷൻസും മോക്ക് ടെസ്റ്റും എല്ലാം നിങ്ങൾക്ക് ഉണ്ടാവും. സോ ക്ലാസ്സിലേക്ക് ജോയിൻ ചെയ്യാം. അതുപോലെ SSC എക്സാംസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള അപ്ഡേറ്റ്സും ഫ്രീ സ്റ്റഡി മെറ്റീരിയൽസ് ഒക്കെ ലഭിക്കാൻ വേണ്ടിയിട്ട് ഈ കാണുന്ന QR കോഡ് സ്കാൻ ചെയ്യുക. സ്കാൻ ചെയ്യാൻ വേണ്ടി ഈ വീഡിയോയുടെ സ്ക്രീൻഷോട്ട് എടുക്കുക. ദെൻ QR സ്കാൻ ചെയ്താൽ മതി. നിങ്ങൾക്ക് ഫ്രീ വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യാൻ പറ്റും. ആ ഫ്രീ വാട്സപ്പ് ഗ്രൂപ്പിൽ SSC എക്സാംസുമായിട്ടുള്ള ബന്ധപ്പെട്ട അപ്ഡേറ്റ്സും ഫ്രീ സ്റ്റഡി മെറ്റീരിയൽസും നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. സോ ഫ്രീ വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ അത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യാനായിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുപോലുള്ള യൂസ്ഫുൾ വീഡിയോസിനായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു. CC ഓണം, നല്ലോണം പഠിച്ചോണം.